ഞാൻ വില്ലനായിട്ടൊന്നുമല്ല നാടകം തുടങ്ങിയത്. സിനിമയിൽ രാജീവ് രവി സാറ് പിടിച്ച് വില്ലനാക്കി, അതോടുകൂടി എന്നെ എല്ലാവരും വില്ലനാക്കി. KD ജോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട സിനിമ മൊത്തം ഞാനായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. ആനയായിട്ടുള്ള സീക്വൻസ് ആക്ച്വലി അത് ഒറിജിനലാണ്. ഒരു 10 മിനിറ്റ് ആനയുടെ കണ്ണിൽ തന്നെ നോക്കിയെങ്കിൽ സിനിമ നമുക്ക് കൃത്യമായ ഇൻകം കിട്ടുന്നു, പ്രത്യേകിച്ച് തമിഴ് സിനിമ. മലയാളത്തെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. മലയാളത്തിൽ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 രൂപയൊക്കെ തരും. പിന്നെ ഡബ്ബാവട്ടെ അതാവട്ടെ അങ്ങനെ 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 അങ്ങോട്ട് പോകും. ഇലക്ട്രിക് പോസ്റ്റിന്റെ ഉയരമുള്ള രാക്ഷസൻ, നോട്ടം കണ്ടാൽ തന്നെ ബോധം പോവും. ഇതാണ് കമ്മട്ടിപ്പാടത്തിലെ KD ജോസേട്ടനെ കുറിച്ച് ഉള്ള ദുൽഖർ സൽമാൻ്റെ വോയിസ് ഓവറിൽ വരുന്നത്. അത്രയും പേടിപ്പിക്കുന്ന KD ജോസേട്ടനായിട്ട് അഭിനയിച്ച അഷ്റഫ് മല്ലിശ്ശേരി ജിഗർദണ്ഡയിൽ ഞങ്ങളെയൊക്കെ കരയിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകരെ. എങ്ങനെയാണ് ജിഗർദണ്ഡയിലെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നത്? കമ്മട്ടിപ്പാടം എന്ന സിനിമയിലേക്ക് എന്നെ രാജീവ് രവി സർ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് തടിയും മുടിയും എല്ലാം ഉണ്ട്. അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു പെർഫെക്റ്റ്, രൂപം പെർഫെക്റ്റ്, പക്ഷെ മുടി വെട്ടണം, താടി പഠിക്കണം. അപ്പോൾ ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, പല നാടകങ്ങൾ. അന്ന് എനിക്ക് നാടകമാണ്, സിനിമയില്ല. സിനിമയിലൊന്നും ഞാനൊന്നും ആയിട്ടില്ല, ഒന്നുമല്ല. മേക്കപ്പ് ചെയ്യാനായിട്ട് റോഷൻ്റെ അടുത്തേക്ക്, റോഷൻ എന്നെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്, റോഷൻ. അപ്പം ഞാൻ ഈ റോഷനോട് ചോദിച്ചു, അതെ സുഹൃത്തെ, ഈ താടിയും വെട്ടി വടിച്ച് മുടിയും വെട്ടി ഇദ്ദേഹം എന്നെ അവസാനം പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം, ഞാൻ എന്ത് ചെയ്യും? ഇല്ല ചേട്ടാ, ചേട്ടൻ കറക്റ്റാണ്, ഈ സാധനം ചേട്ടൻ കറക്റ്റാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ അതിൽ ചെയ്തു. ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഓക്കെ അടിച്ചു, KD ജോസ ഞാൻ തന്നെയാണെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാനത് ചെയ്യുക. അപ്പം KD ജോസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട സിനിമ മൊത്തം ഞാനായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. പക്ഷെ ആകെ 4 മിനിറ്റ് 4.5 മിനിറ്റ് പോകുന്ന ഒരു സാധനം. അത് പുള്ളി പറഞ്ഞു തന്നതനുസരിച്ച്, രാജീവ് രവി സാറ് പറഞ്ഞു തന്നതനുസരിച്ച് ഞാനങ്ങ് ചെയ്തു. ഹിറ്റായി എന്നെല്ലാവരും പറയുന്നു. കാരണം ആ ഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്, ഇവിടെ ഇതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാം കഴുകി കത്തി കയറ്റുക, കൊല്ലുക, ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ സ്വഭാവം എന്നൊരു വിവരണം പ്രേക്ഷകന് കൊടുക്കാൻ കഴിഞ്ഞു. ആ സിനിമ ഉണ്ട്. കമ്മട്ടിപ്പാടം സിനിമ കണ്ട അരുൺ മാധേശ്വരൻ എന്ന ഒരു തമിഴ് സംവിധായകൻ, ഒരു പുതു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ അന്വേഷിച്ച് കൊണ്ടിരിക്കുക. അപ്പോഴാണ് അദ്ദേഹം ഈ കമ്മട്ടിപ്പാടം കാണുന്നത്. അതിലേക്ക് എന്നെ കാസിയ ധൻരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് എന്നെ അദ്ദേഹം കാസ്റ്റ് ചെയ്യുന്നു. കമ്മട്ടിപ്പാടത്തിൽ നിന്ന് നേരെ ഇവിടുന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ഞാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൽ ഒരു ചെറിയ കാര്യം എനിക്ക്, നിങ്ങളിപ്പോൾ ചോദിച്ചതിൽ ഒരു ചെറിയ കാര്യം എനിക്കതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റോള് 1 മിനിറ്റാണോ 2 മിനിറ്റാണോ 3 മിനിറ്റാണോ അതല്ല വിഷയം. നിങ്ങൾ ചെയ്യുന്നത് കൃത്യമാണെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച അവസരങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ നോക്കൂ, എനിക്കൊരു മാനേജറില്ല, എന്നെപ്പറ്റി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത് ഞാനാണ്, എൻ്റെ ഡേറ്റ്സ് തീരുമാനിക്കുന്നത് ഞാൻ, എല്ലാം ഞാനാണ്. ആരുമില്ല എനിക്ക് ക്യാൻവാസ് ചെയ്ത് തരാൻ, ഒന്നിനും ആരുമില്ല. ഞാൻ ഇന്നിപ്പോൾ
11ാമത്തെ സിനിമ തമിഴിൽ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഉയരമുള്ള രാക്ഷസനിൽ നിന്ന് ഞാൻ ജിഗർദണ്ഡ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് കാർത്തിക് സുബ്രാജ് സാറിനെ പോലെയുള്ള ഒരാൾ എൻ്റെ ഈ വില്ലൻ വേഷങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. വീഡിയോസിലോ എവിടെ നോക്കിയാലും എൻ്റെ വില്ലൻ വേഷങ്ങളേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയും. ഇയാളൊന്നുമില്ലെന്ന്, അയാളുടെ കയ്യിൽ ആ നടനിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം എന്നെ അങ്ങനെ ചെയ്തു. ചെറിയ വേഷമാണെങ്കിലും ഹീറോയുടെ അച്ഛനായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു വേഷം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർത്തിക് സുബ്രാജ് എങ്ങനെയാണ് ഈ കഥാപാത്രത്തെ കുറിച്ചിട്ട് അഷ്റഫിക്കയുടെ അടുത്ത് പറഞ്ഞു തന്നത്? കൊട്ടേഷൻ ഗ്യാങ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലിരിക്കുമ്പോഴാണ് എന്നെ കാർത്തിക് സാറിൻ്റെ ഒരു അസോസിയേറ്റ് വിഘ്നേഷ് വിളിക്കുന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം, എന്നെ കാർത്തിക് സുബ്രാജ് സാറിൻ്റെ അസോസിയേറ്റാണ്. ഞാൻ ചെന്നൈയിലുണ്ട്. അയ്യോ എന്നാൽ വെരി ഗുഡ്, നമുക്ക് കാണാം, ഷൂട്ടിലാണ്. അങ്ങനെ അദ്ദേഹം വന്നു, എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് ഒരു ഫേക്ക് സ്റ്റോറി പറഞ്ഞു. കാരണം ഇതല്ല പറഞ്ഞത്, വേറൊരു സ്റ്റോറി പറഞ്ഞു. ഒരു വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തു. അതായത് ഇതിനോട് സമാനതയുള്ള വേറൊരു സംഭവം. അപ്പോൾ അന്ന് വൈകിട്ട് എൻ്റെ ഷൂട്ട് കഴിയുകയാണ്. ഞാൻ കഴിഞ്ഞു. ഞാൻ എയർപോർട്ടിലിരിക്കുമ്പോൾ എന്നെ ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സർ യു ആർ സെലക്റ്റഡ്. കാർത്തിക് സുബ്രാജ് സാർ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പേട്ട അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം വരുന്നു, അദ്ദേഹമാണ് ഒറിജിനൽ സ്റ്റോറി എന്നോട് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാമോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ഇത്തരം ചോദ്യങ്ങളൊന്നുമില്ല. ഐ എം സെലക്റ്റഡ്. എന്നെ അവർ ഫിക്സ് ചെയ്ത് പിന്നെ ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് പറയുന്നു, നമ്മൾ ഇന്ന ദിവസം ഷൂട്ട് കൊടുക്കുന്നു. അപ്പോഴും എനിക്ക് ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. 2-3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഇങ്ങനെ ചെയ്യണം, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊരിക്കലും കാർത്തിക് സുബ്രാജ് സാർ എന്നോട് പറഞ്ഞിട്ടില്ല. ആ സിറ്റുവേഷൻ നമ്മളോട് വന്നിട്ട് ഒരു അസോസിയേറ്റ് വന്നിട്ട് നമ്മളോട് പറയും, ഇതാണ് സിറ്റുവേഷൻ ചെയ്യുക. നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ പറയും, ചിലപ്പോൾ അതേ അസോസിയേറ്റ് വന്നിട്ട് പറയും അത്ര പോണ്ട. ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഒരു ഓവർ പെർഫോമൻസ് ഒക്കെ വരും, അല്ലെങ്കിൽ അല്പം കുറച്ച് പിടിക്കും, അല്പം കയറ്റി പിടിക്കും. എനിക്ക് തമിഴ് ഭാഷ അറിയാം. അതുപോലെ തന്നെ ഈ എടുത്തു പറയേണ്ട ഒരാളാണ് ക്യാമറമാൻ തിരു സാർ. അതിൻ്റെ ഡയറക്ടറും ഒപ്പം തന്നെ തിരു സാർ അക്കാര്യത്തിൽ എന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവരോട് രണ്ടുപേരോട് മാത്രമല്ല, അതിൽ വർക്ക് ചെയ്ത മൊത്തം യൂണിറ്റിനോടും അതിൽ നിമിഷ അടക്കം എല്ലാവരോടും എനിക്ക് ആ കാര്യത്തിൽ നന്ദിയും കടപ്പാടും ഉണ്ട്. ആനയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസ്, 2 കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഭയങ്കര ഇമോഷണലാണ്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു തുറവി കിട്ടുന്നതും അല്ലെങ്കിൽ ആ മനസ്സിലുള്ള വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നതുമായിട്ടുള്ള ഒരു ഇമോഷണൽ സീക്വൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാ ചെയ്ത്? ആനയായിട്ടുള്ള സീക്വൻസ് ആക്ച്വലി അത് ഒറിജിനലാണ്, അല്ലാതെ അത് ഗ്രാഫിക്സ് ഒന്നുമല്ല. നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ സൈഡിലാണ് അത് ചെയ്തത്. അത് മലേഷ്യയിലൊക്കെയാണ് തീരുമാനിച്ചിരുന്നത്. കാരണം ഈ ആന ഇതൊക്കെ ഇന്ത്യയിൽ നിയമങ്ങൾ ഭയങ്കര പ്രശ്നമുള്ളൂ. അതുകൊണ്ട് കുറേ സീൻസൊക്കെ കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്യുന്നു. ബാക്കി ആനയായിട്ടുള്ള സീൻസ് മലമ്പുഴയിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആന വരുന്നു, ലത എന്നാണ് അവളുടെ പേര്.
അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു ലതയായിട്ടൊന്ന് പോയി പരിചയപ്പെടും. ഞാൻ ഏത് ലത? അപ്പോഴേ പറഞ്ഞത് ആനയുടെ പേരാ ലത. അങ്ങനെ ചെന്നു. അപ്പോൾ ഈ പാപ്പനൊക്കെ ആയിട്ട് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവർ ഈ പൈനാപ്പിൾ ചെത്തിയിട്ട് ഇങ്ങനെ ബേസണിലിട്ടിരിക്കുക, അതിലിട്ടിട്ട് ഇങ്ങനെ കൈ കുഴച്ചു എന്നിട്ട് നമ്മളിത് വാരി ആനക്ക് കൊടുത്തു. അങ്ങനെ പൈനാപ്പിളിൻ്റെ സ്മെല്ല്. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ചോദിച്ചു ഇതല്ല കളി, ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തോ ഉണ്ട്. എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പാപ്പൻ പറഞ്ഞതേ ഇയാൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു 10 മിനിറ്റ് ആ ആനയുടെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുക. കണ്ണ് പിൻവലിക്കരുത്, ആനയുടെ കണ്ണിൽ തന്നെ നോക്കി. ആന തന്നെ മാത്രമായിരിക്കും നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ശരിയാ, കറക്റ്റായിട്ട് ഞാൻ എങ്ങോട്ട് മാറുന്നു ആനയുടെ കണ്ണ് അതനുസരിച്ചാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സീൻ വന്ന് റിഹേഴ്സലൊക്കെ പോയപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആനനെ അടുത്ത് ഇമോഷണലായിട്ട് അത്രയൊന്നും വെറുതെ ഇങ്ങനെ തുമ്പിയിൽ തൊട്ട് ഒക്കെ ചെയ്തോളൂ. പക്ഷെ ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഈ പറയുന്ന പോലെ ഒരു ആക്ടറുടെ ഒരു ആവേശമുണ്ടല്ലോ, ഞാനത് അങ്ങോട്ട് ചെയ്തു. അത് റിയലാണ്, അല്ലാതെ അതിൽ ഒരു ഇതുമില്ല. ഞാൻ ആനയെ വട്ടം വാരി പിടിക്കുന്നതും എല്ലാം അത് കറക്റ്റായിട്ട്. സിനിമ റിലീസായതിനു ശേഷം അഷ്റഫ് മല്ലിശ്ശേരി എന്ന് പറയുന്ന ആക്ടറെ തേടി അഭിനന്ദനങ്ങൾ എത്തുന്നില്ലേ? സുഹൃത്തുക്കൾ, പരിചയക്കാർ, പരിചയമില്ലാത്തവർ ഗ്രൂപ്പ്സിൽ ഞാൻ ചെയ്ത ഞാൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ തർക്കവും വിഷയങ്ങളും ഒക്കെ നടന്നു. 2ാമത്തെ ദിവസം മുതൽ എനിക്ക് ഫോൺ ഇത് ഞാൻ എടുക്കാതെയായി ഫോൺ. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടിട്ട് എബിൽ തുള്ളാതെ മനവും തുള്ളും ആ സിനിമയൊക്കെ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് വിളിച്ചു. ഞങ്ങളൊരു സിനിമ ചെയ്യുന്നു, താങ്കളെ അതിലേക്ക് കാശ് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു പരിചയം ഇല്ല. ഞങ്ങളിപ്പോൾ താങ്കളുടെ സിനിമ കണ്ടു, പിന്നെ ഗൂഗിളിൽ തപ്പി താങ്കളുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എടുത്തു. ചിലപ്പോൾ അത്ഭുതപ്പെടും. ഒരു മുഴുവൻ നീള കോമഡി ആണ്. അപ്പനിലെ കഥാപാത്രം ഇതുപോലെ തന്നെ ഒരുപാട് ചർച്ചയായ കഥാപാത്രമായിരുന്നല്ലോ. അതിലേക്ക് എങ്ങനെ? കാരണം മലയാളത്തിലെ സിനിമകൾ വളരെ കുറവാണ് ചെയ്തിട്ടുള്ളത്. ഭീമന്റെ വഴിയിൽ ഒരു ചെറിയ കഥാപാത്രമാണ് പിന്നെ ഓർമ്മയുള്ളത്. അപ്പനിലെ ആ കഥാപാത്രം ഒന്ന് എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? മഞ്ജു എന്നോട് പറയുന്നത് നിങ്ങൾ വില്ലനാണ്, ഈ സിനിമയിലെ വില്ലനാണ് നിങ്ങൾ, പക്ഷേ ഹീറോയുമാണ്. വില്ലനാണെന്നുള്ളൊരു ചിന്ത തന്നെ മനസ്സിൽ നിന്ന് കളയുക. ഈ ആദ്യം എൻ്റെ കയ്യിലിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കമ്മട്ടിപ്പാടം ഇതൊക്കെ, അതുമ്പോൾ ഞാനൊന്നങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഇതല്ല എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ സാധനം. അങ്ങനെ ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്കതുകൊണ്ട് സാധനം മനസ്സിലായി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് മാറഡോ എന്നൊക്കെ വരുന്ന ആ സാധനങ്ങളൊക്കെ മഞ്ജുവിൻ്റെ ഉള്ളിലിരുന്ന സാധനമാണ്. അതൊക്കെ നിങ്ങളിതാണ്, അല്ലാതെ നിങ്ങൾ വില്ലനല്ല, നിങ്ങളുടെ കയ്യിൽ വില്ലത്തരം ഇല്ല. ആ സീനിൽ എൻ്റെ പാസ്റ്റ് എന്താണെന്ന് അറിയാതെ എനിക്കത് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, എന്താണ് സാർ ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ ഇയാളെ ഈ കൊല്ലാൻ. അപ്പോഴാണ് എന്നോട് അദ്ദേഹം പറയുന്നത്, ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ പാസ്റ്റ് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അത് മഞ്ജു കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അബിസിലടി ഈ അലൻസിയർ ചെയ്യുന്ന ക്യാരക്ടർ ഏതെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ഒരു കാവൽക്കാരനായിട്ട് ഈ വിസിലടിക്കാരൻ വെളിയിലുണ്ടാവും.
ആ പരിസരത്തേക്ക് ആരെങ്കിലും വരുമ്പോൾ ഇയാൾ വിസിലടിക്കും. ആ വിസിലടിയുടെ ഇതുവരെ ഈ 10-15 മിനിറ്റിനകം അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തന്നു. പിന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സണ്ണിയാണെങ്കിൽ ഭയങ്കരമായിട്ടും നമ്മളോട് കോംപ്രമൈസ് ചെയ്തു. സണ്ണീനെ പോലെയുള്ള ഒരാൾക്കൊന്നും അത്രക്കൊന്നും എന്നെ പോലെയുള്ള ഒരു നടനോട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ സിനിമയിലെ ആ ഫൈറ്റിംഗ് സീനിൽ ഒരു ഡൂപ്പുമില്ല. ഞാനും സണ്ണി നേരിട്ട് ചെയ്തിരിക്കുന്ന. പിന്നെ അതിൽ ഒരു സിനിമാ രഹസ്യം കൂടി ഉണ്ട്. കാരണം 2 പ്രാവശ്യം ഷൂട്ട് ചെയ്താണ് ആ സീൻ. ഫസ്റ്റിൽ ഒരു തമിഴിൽ നിന്നൊരു ഫൈറ്റ് മാസ്റ്റർ വന്നു, ഞങ്ങൾ ചെയ്തു, പോയി. പക്ഷേ മജുവിന് അതെന്തോ ഓർഗാനിക്കായി തോന്നിയില്ല. അത് കംപ്ലീറ്റ് ഒരു മെക്കാനിക്കൽ. എനിക്കും ആ സംഭവമൊക്കെ അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര മെക്കാനിക്കലായിട്ട് തോന്നി. പിന്നീട് അഷ്റഫ് ഗുരുക്കൾ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു മാസ്റ്റർ വന്നിട്ട് അത് ചെയ്തു. അതാണ് അത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രഭു ചെയ്തതും അഷ്റഫ് ഗുരുക്കൾ ചെയ്തതും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ആ സീൻ വന്നിരിക്കുന്നത്. അതിലെ ആ ഡയലോഗ് വളരെ ഹോണ്ടിങ് ആയിരുന്നല്ലോ. ആ ഡയലോഗ് പറയുന്ന സമയത്തെ അത് ഇത്രയും കയറി കൊള്ളാൻ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കുമെന്ന് ഓർത്തിരുന്നോ? സത്യത്തിൽ ഓർത്തില്ല എന്ന് മാത്രമല്ല, ആ ഡയലോഗ് 3-4 പ്രാവശ്യം ഞാൻ തെറ്റിച്ചാ പറഞ്ഞത്. കാരണം ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട്, എടാ ഇട്ടി, എന്തിനാടാ എൻ്റെ വീട്ടിൽ കയറിയ, അതാണ് ഡയലോഗ്. പക്ഷേ 2-3 പ്രാവശ്യം ഞാൻ ആ ഡയലോഗ് പറഞ്ഞത്, എടാ ഇട്ടി, എന്തിനാടാ ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ കയറിയ. അവിടെ ഞാനില്ലാത്തപ്പോൾ എന്നൊരു സാധനം അഡീഷണലായിട്ട് ഞാൻ ചേർക്കുക. അപ്പോൾ എന്നോട് മജു വന്നിട്ട് പറഞ്ഞ്, അത് വേണ്ട, ഞാനില്ലാത്തപ്പോൾ എന്നൊരു സാധനം വേണ്ട. കാരണം അവിടെ അതിൻ്റെ പഞ്ച് പോവും. ഇപ്പം ഞാൻ 2 മലയാള സിനിമ ചെയ്യുന്നു. ഒന്ന് ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന പണി, പിന്നൊന്ന് മഹേഷ് സംവിധാനം ചെയ്യുന്ന എന്ന് സ്വന്തം പുണ്യാളൻ. അതിൽ പണിയിൽ എൻ്റെ സ്ഥിരം പണി തന്നെയാണ്. തൃശ്ശൂരിലെ ഒരു പല്ല് ഒഴിഞ്ഞ സിംഹം. പക്ഷേ മഹേഷിൻ്റെ സിനിമയിൽ എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ആകെ 3 ദിവസം ഷൂട്ട് പോയുള്ളൂ. പക്ഷെ അത് ആ വേഷം കേട്ടോ എപ്പോഴും കണ്ടപ്പോഴും ഞാൻ 3 ദിവസം ചെയ്തപ്പോഴും ബാലുവറീസ്, നമ്മുടെ അർജുൻ അശോകൻ ഒക്കെയാണ്, അൽത്താഫ് ഒക്കെയാണ് കൂടെ ചെയ്യുന്നത്. എനിക്ക് ആ വേഷവും കാര്യങ്ങളും ആ സെറ്റപ്പും ഒക്കെ ഭയങ്കര സുഖകരമായിട്ട് തോന്നി. അത് മലയാളത്തിൽ എൻ്റെ ഒരു മാറി ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. അഷ്റഫ് എന്ന് പറയുന്ന ഒരു നടൻ്റെ യൗവനകാലം മുഴുവൻ, നടൻ്റെ യൗവനകാലം മുഴുവൻ ഒരു നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നല്ലോ. സിനിമ എത്രത്തോളം അതൊരു 2ാം ഘട്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈഫോ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, സിനിമ അഭിനയത്തെ? അത് പറഞ്ഞു വരുമ്പോൾ ചില പേരുകൾ പരാമർശിക്കപ്പെടാതെ പോകാൻ പറ്റില്ല എനിക്ക്. ആദ്യത്തേത് AR രതീശൻ എൻ്റെ ഗുരുവാണ്. ഞാൻ പാർട്ടി തെരുവ് നാടകങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ വരുന്നത്. നിങ്ങളിത് കണ്ടറിയാം. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കേരളം മുഴുവനും നടന്ന് നാടകം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിലും എല്ലാം. അവിടെ രതീശൻ മാഷി, ടി അബ്രഹാം സാറ്, സഹീർ അലി, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, അവരുടെ നാടകങ്ങളിലൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നാടകം ഒരു എന്താ പറയുക, അതിന് നാടകം എനിക്കൊരു ജീവിതോപാധി ആയിരുന്നില്ല. കാരണം നാടകത്തിൽ നിന്ന് ഒരിക്കലും എനിക്കൊരു 10 പൈസ വരുമാനം ഉണ്ടായിട്ടില്ല. നമ്മൾ ജോലി ചെയ്യുന്ന, എനിക്കൊരു ലോറി ട്രാൻസ്പോർട്ടിങ് ഏജൻസി ഉണ്ടായിരുന്നു ആ കാലത്ത്. അതിൽ നിന്ന് കിട്ടുന്നത് പോലും
അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഈ കാണുന്നത് എല്ലാം പിന്നീടുണ്ടായതാണ്. നാടകമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് തന്നെ പോയിരുന്നത്. നാടകത്തെ കുറ്റപ്പെടുത്തി അല്ലട്ടോ ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കുറേ എൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആ ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നമുക്ക് കൃത്യമായ ഇൻകം കിട്ടുന്നു. അത് തന്നെ ഏറ്റവും ആദ്യത്തെ പ്ലസ് പോയിന്റ്, പ്രത്യേകിച്ച് തമിഴ് സിനിമ. കാരണം അവർ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ആ 1,00,000 രൂപ അവർ തന്നിരിക്കും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. മലയാളത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. മലയാളത്തിൽ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 രൂപയൊക്കെ തരും. പിന്നെ ഡബ്ബാവട്ടെ അതാവട്ടെ അങ്ങനെ 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 അങ്ങോട്ട് പോകും. ജിഗർദണ്ഡയും ക്യാപ്റ്റൻ മില്ലറും ഞാൻ ഒരുമിച്ചാണ് പോകുന്നത്. ക്യാപ്റ്റൻ മില്ലർ ധനുഷിൻ്റെ സിനിമയാണ്. ഇത് രണ്ടും എന്താ പറയുക, ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ്. ധനുഷിൻ്റെ സിനിമ വരാൻ പോകുന്നത് ഇതിൻ്റെ അപ്പുറമായിരിക്കും. ഞാനൊരു ആയുധ കള്ളക്കടത്ത് വ്യാപാരിയാണ്. ഞാൻ മലയാളത്തിൽ ലീഡ് റോൾ ചെയ്ത ഒരു സിനിമയുണ്ട്, ദി ഡ്രമാറ്റിക് ഡെത്ത്. എൻ്റെ FB പ്രൊഫൈലിൽ കിടക്കുന്നത് ആ പിക്ചറാണ്. ആ പിക്ചർ കണ്ടിട്ടാണ് എന്നെ കാർത്തിക് സുബ്രാജ് സാറ് വിളിക്കുന്നത്. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് സഹീർ അലിയാണ്. അതെൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം നമ്മളീ പറഞ്ഞ് ഇതുവരെ സംസാരിച്ച ഷഫൊന്നും അല്ല അതിൽ. സിനിമ റിലീസായിട്ടില്ല. ആ സിനിമയിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിങ്ങളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വില്ലനായിട്ടൊന്നുമല്ല നാടകം തുടങ്ങിയത്. സിനിമയിൽ രാജീവ് രവി സാറ് പിടിച്ച് വില്ലനാക്കി, അതോടുകൂടി എന്നെ എല്ലാവരും വില്ലനാക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗംഭീര വേഷങ്ങൾ ഇനിയും സംഭവിക്കട്ടെ. അതിനെല്ലാം ഇതുപോലെ തന്നെ ധാരാളം അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അംഗീകാരങ്ങളും തേടി വരട്ടെ. ഒരുപാട് സന്തോഷം ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.